ശ്രദ്ധിക്കണേ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 32ാമത്തെ ക്വസ്റ്റ്യൻ. A shopkeeper claims that he is selling sugar at rupees 23 per kg which cost him rupees, അതായത് 25 രൂപയുള്ള സാധനം അയാൾ 23 രൂപയ്ക്കാണ് വിറ്റത്. But he is giving 800 gram instead of 1000 gram. What is his profit or loss percentage? അയാൾ 800 ഗ്രാമേ കൊടുക്കുന്നുള്ളൂ, 1000 ഗ്രാമിന് പകരം അയാളുടെ പ്രോഫിറ്റോ ലോസും കണ്ടുപിടിക്കാനാണ് പറയുന്നത്. 32ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. A shopkeeper claims he is selling sugar at rupees 23 per kg. അതായത് അയാളുടെ CPM SP എന്ന് തന്നിട്ടുണ്ട്. Claims he is selling sugar, അതായത് 25 രൂപയുള്ള സാധനം അയാൾ വിൽക്കുന്നത് 23 രൂപയ്ക്കാണ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്. എന്താ കാര്യം? It is giving 800 gram instead of 1000 gram. യഥാർത്ഥത്തിൽ അയാൾ കൊടുക്കുന്നത്, അയാളുടെ കയ്യിൽ നിന്നാവുന്നത് 800 gram ആണ്. ശ്രദ്ധിക്കണേ, ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക, ഇതിൻ്റെ ഡിഫറൻസ് എടുക്കുക. ഇത് രണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 20,000 വരും. 25 into 8 എന്ന് 20,000, 23 into 8 എന്ന് 23,000 വരും. 0 വെട്ടിക്കളയുക, അതായത് 23:20 വരും. SP എന്ന് പറഞ്ഞാൽ 23 വരും, CP എന്ന് പറഞ്ഞാൽ 20 വരും. ആദ്യം അയാൾ പറയുന്നതെന്ന് പറഞ്ഞാൽ അയാൾ 25 രൂപയുള്ള സാധനം 23 രൂപയ്ക്കാണ് വിൽക്കുന്നത്. പിന്നെ അയാൾ പറയുന്നത് അയാളുടെ യഥാർത്ഥത്തിൽ അയാൾക്ക്, പക്ഷെ യഥാർത്ഥത്തിൽ അയാൾ വെയിറ്റിൽ മായം കാണിച്ചു, വെയിറ്റിൽ ഫ്രോഡ് കാണിച്ചു, അയാൾ 1000 കിലോ ഉള്ള സാധനം അയാൾ 800 ഗ്രാമിൽ, 1000 ഗ്രാമുള്ള സാധനത്തിന് അയാൾ 800 ഗ്രാമേ കൊടുത്തു. അപ്പം അങ്ങനെയാണെങ്കിൽ എന്ത് വരും? പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്തായിരിക്കും? SP 23, CP 20. പ്രോഫിറ്റ് എന്തായിരിക്കും? 23 - 20 3. 3 divided by CP into 100, 20 into 100, 15% ആയിരിക്കും അയാളെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ആൻസർ എ ആണ്. ആൻസർ എ. ഇതിന് മുന്നത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ സി ആണ്. 31st ക്വസ്റ്റ്യൻ, 32nd ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ചെയ്തത്. ഇനി എന്താ പറയുക? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഷോപ്കീപ്പർ സെൽസ് an item at a profit of rupees 20% and uses a weight which is 20% less. അയാൾ 20% ലെസ് ഉള്ള വെയിറ്റ് എടുത്തു, പക്ഷെ അയാൾ പ്രോഫിറ്റ് സെല്ല് ചെയ്തേക്കുന്നത് പിന്നെയും പ്രോഫിറ്റിൽ. 33ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോണത്. അയാൾ ആദ്യം CP SP എന്താ പറഞ്ഞത്? അയാൾ 20% ഗെയിനിൽ, അതായത് 100 രൂപയുള്ള സാധനം അയാൾ 120 വിൽക്കുന്നു. 100 ഉള്ള സാധനം 120 വിൽക്കുന്നു. ഇതിൻ്റെ റേഷ്യോ എത്രയായിരിക്കും? 5/6 അല്ലേ? 100/120. അതായത് CP 5 ആയ SP 6 ആവും. CP 5 ആയ അതിൻ്റെ 20% കൂടുതലെന്ന് പറഞ്ഞാൽ 6 ആവും. ഇനി എന്താ പറയുന്നത് അയാൾ? But he uses a weight which is 20% less. 20% ലെസ് ഉള്ള വെയിറ്റ് ആണ് അയാൾ ഉപയോഗിക്കുന്നത്. അതായത് അയാളിപ്പോൾ 100 കിലോയുടെ ഒരു സാധനം അയാൾ എടുക്കുകയാണെങ്കിൽ അയാൾ യഥാർത്ഥത്തിൽ അയാളുടെ കയ്യിൽ നിന്നാവുന്ന എത്രയായിരിക്കും? 80 കിലോയെ ആവും. 100ൻ്റെ 20% കുറച്ച് അയാൾ വിൽക്കും. അതായത് 100 കിലോ ഉള്ള സാധനം എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ 20% കുറവ്, അതായത് 80 ആയിരിക്കും അയാൾ കൊടുക്കുന്നത്. യഥാർത്ഥത്തിൽ അയാൾ ആ വെയിറ്റ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? ഇത് രണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 400. ഇത് രണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 600. അതായത് SP എന്ന് പറഞ്ഞാൽ 600/400, അല്ലെങ്കിൽ SB/CP എന്ന് പറഞ്ഞാൽ എന്ത് വരും? SB/CP എന്ന് പറഞ്ഞാൽ 6/4. 600/400 അല്ലെങ്കിൽ 6/4 അല്ലെങ്കിൽ 3/2. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും പ്രോഫിറ്റ് പെർസെൻറ്റേജ്? ഇതിൽ പ്രോഫിറ്റ് എന്തായാലും SP 3 യൂണിറ്റ് ആണ്, CP 2 യൂണിറ്റ് ആണ്. പ്രോഫിറ്റ് എന്ത് ചെയ്യും? ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്യണം. 3 - 2 എത്ര വരും? 1 വരും. 3 - 2 1 വരും. 1 / 2 into 100, അതായത് 50% വരും. 50% ആണ് പ്രോഫിറ്റ് വരുന്നത്. ഇവിടെ എന്ത് വരും? SP = 3/2 വരും. അത് എഴുതേണ്ട ആവശ്യമില്ല, കാരണം ഇവിടെ അറിയാമല്ലോ. കാരണം 600/400 ആണ് CP/SPയുടെ റേഷ്യോ വരും. അത് 3/2 വരും. ഇത് രണ്ട് മൈനസ് ചെയ്യുമ്പോൾ SP - CP ചെയ്യുമ്പോൾ പ്രോഫിറ്റ് 3 - 2 എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 / CP. CP എന്ന് പറഞ്ഞാൽ 2 ആണ്. 2 into 100, അതായത് 50%. 100/2 എന്ന് പറഞ്ഞാൽ 50%. അതായത് അയാൾ 20% പ്രോഫിറ്റ് ഇട്ട് വിൽക്കുകയും 20% വെയിറ്റും കുറയ്ക്കുകയാണെങ്കിൽ അയാൾക്ക് 50% ലാഭം കിട്ടും. ശ്രദ്ധിക്കണേ, 34th ക്വസ്റ്റ്യൻ്റെ ആൻസർ 50% ആണ്. അപ്പോൾ എന്താണ് ഓപ്ഷൻ പറയണത്? ഓപ്ഷൻ ഡി ആണ്. നൺ ഓഫ് ദീസ് ആണ് പറയുന്നത്. ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി, നൺ ഓഫ് ദീസ് ആണ് ആൻസർ വരുന്നത്. 33rd ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ചെയ്തത്.
സോ അതിങ്ങനെ നമുക്ക് 34ഉം 35ഉം എടുത്ത് ചെയ്യാം. A dealer buys an apple at rupees 50, 40, 30 per kg. He mixes them in the ratio 2:4:9 and sells it at a profit of rupees profit of 30%. At what approximate price per kg does he sell the apple? അപ്പോൾ തന്നിക്കുന്നതെന്ന് പറഞ്ഞാൽ അയാൾ ആപ്പിൾ ബൈ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 50-30. അപ്പോൾ ആപ്പിൾ ബൈ ചെയ്തിരിക്കുന്നത് 50-30 ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സി പി കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 50 രൂപയുള്ള മിക്സസ് സം ഇൻ ദ റേഷ്യോ 2:4:9. മിക്സസ് സം ഇൻ ദ റേഷ്യോ 2:4:9. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ 50 × 2 + 40 × 4 + 30 × 9 ദ ഹോൾ ഡിവൈഡഡ് ബൈ 2 + 4 + 9. അതാണ് സി പി എന്ന് പറഞ്ഞാൽ. സി പി കാണേണ്ടതാണ്, അതായത് ഇതിൻ്റെ ആവറേജ് കാണുമ്പോൾ 2 + 40 × 4 30 × 9 ദ ഹോൾ ഡിവൈഡഡ് ബൈ 2 + 4 + 9. എത്ര വരും? 13, 15 വരും. ഇപ്പോൾ എത്ര? 100 + 160 + 270 260 530/15 വരും. 530/15 എത്ര വരും? 3 വരും. 10 ആൻസർ 106/3. ഇതാണ് സി പി. റുപ്പീസ് 106 per റുപ്പീസ് 106/3. ഇനി എന്താണ് പറയുന്നത്? ബൈ 3. ഇനി എന്താ പറയുന്നത്? എസ് പി എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് 130%. ഇപ്പോൾ എസ് പി എന്ത് വരും? ഇതിൻ്റെ 30% കൂടുതൽ. 106 അപ്രോക്സിമേറ്റ് പ്രൈസ് എന്നാണ് ചോദിക്കുന്നത്, അതായത് ഏകദേശമുള്ള പ്രൈസാണ് ചോദിച്ചിരിക്കുന്നത്. ഏകദേശമുള്ള പ്രൈസ് എത്ര വരും? ഇതേ × 13 / 3. അപ്പോൾ എത്ര വരും? 106 13 80 318 0 601 106 1378 divided by 30, approximately 137.8/3 45.9 approximately 46 വരും. ആൻസർ 46 ആണ്. എസ് പി എന്ന് പറഞ്ഞാൽ അറ്റ് വാട്ട് പ്രൈസ് ഹി ഷുഡ് സെൽ ദി ആപ്പിൾ എന്ന് പറഞ്ഞാൽ 50 ആണ്, അല്ല 46 ആണ്. 46 ആണ് ആൻസർ. ശ്രദ്ധിക്കണേ, ഇത് ഒരു ടൈപ്പ് ആപ്പിളിൻ്റെ വില എന്ന് പറഞ്ഞാൽ പല ടൈപ്പ് ആപ്പിൾ ഉണ്ട്. 50, 40, 30 per kg ആണ്. അത് മിക്സ് ചെയ്ത റേഷ്യോ എന്ന് 2:4:9. അല്ലെങ്കിൽ സി പി കാണുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ആവറേജ് കാണുന്ന അതേ സ്റ്റെപ്പ് 50 × 2 + 40 × 4 + 30 × 9 ദ ഹോൾ ഡിവൈഡഡ് ബൈ 2 + 4 + 9. അതുവഴി നമുക്ക് 106/3 കിട്ടി. ഇനി എസ് പി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ 30% കൂടുതലാണെന്ന്, അതായത് × 130/100 13/10 approximately equal to rupees 46. 36th ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. 36th ക്വസ്റ്റ്യൻ നമുക്ക് 35th ക്വസ്റ്റ്യൻ profit while selling as well as profit is 5% while selling as well as buying the goods. അതായത് വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 5%. അങ്ങനെയാണെങ്കിൽ ഓവറോൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എങ്ങനെ കാണും? അതാണ് ചോദ്യം. അപ്പോൾ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ P1 = 5%, P2 = 5%. അങ്ങനെയാണെങ്കിൽ ഓവറോൾ പ്രോഫിറ്റ് എന്നാണ് ചോദിച്ചത്. മുകളിലോട്ട് എഴുതിയാണേ. ഓവറോൾ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് 5 + 5 + 5 × 5/100. ഇതാണ് ഓവറോൾ പ്രോഫിറ്റ് കാണേണ്ട ഫോമുല. ഇത് 10.25% വരും. ശ്രദ്ധിക്കണേ, ഓവറോൾ പ്രോഫിറ്റ് എഫക്റ്റീവ് ഓർ ഓവറോൾ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ A + A + B + A × B/100. അത് തന്നെയാണ് ഇവിടെ ഇക്വേഷൻ. ഇത് ഇവിടെ രണ്ട് പ്രോഫിറ്റ് പെർസെൻറ്റേജ് 5% ആയിരുന്നു. എയും ബിയും 5 വരും. 5 + 5 + 5 × 5/100. എഫക്റ്റീവ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 10.25 ആണ്. ഈ ഫോമുല ഒന്ന് നോട്ട് ചെയ്തിട്ട് A + B + A × B/100. അപ്പോൾ 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോകുന്നത്. 10% loss on selling price is what percentage on the loss of cost price? The loss by selling price എന്ന് പറഞ്ഞാൽ 10/100 ആണ്. ഇതല്ലെങ്കിൽ 1 losses 10% of selling price. ഇതിൻ്റെ 10% 10ൻ്റെ 10% 1 ആണ്. ലോസ് ബൈ സി പി എന്ന് പറഞ്ഞാൽ 1/10. സി പി എന്തായിരിക്കും? സി പി എന്ന് പറഞ്ഞാൽ 10 + 1, അതായത് 11 ആയിരിക്കും. എസ് പി എന്ന് പറഞ്ഞാൽ 10
ലോസ് എന്ന് പറഞ്ഞാൽ 1. ലോസ് എന്ന് പറഞ്ഞാൽ 1. നമുക്ക് എന്താ വേണ്ടത്? വാട്ട് ഇസ് ലോസ് പെർസെൻറ്റേജ് ഓഫ് കോസ്റ്റ് പ്രൈസ്? ലോസ് ബൈ സി പി ആണ് വേണ്ടത്. അതായത് 1/11 ഇൻറ്റു 100. 1/11 എത്രയാണ്? 9.09 അല്ലേ? ആൻസർ എത്ര? ശരിയാണ്, 9/11%. ആൻസർ എ ആണ്. ശ്രദ്ധിക്കണേ, ആദ്യം ലോസ് ബൈ എസ് പി ആണ് തന്നിരിക്കുന്നത്. ലോസ് ബൈ എസ് പി എന്ന് പറഞ്ഞാൽ 10/100 ആണ്. 10/100 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/10 ആണ്. 1/10 എന്ന് പറഞ്ഞാൽ 1/10 എന്നാണ്. അതായത് അതിലൂടെ നമുക്ക് സി പി എത്ര കിട്ടും? 11 കിട്ടും. എസ് പി പ്ലസ് ലോസ് ആണ്. എസ് പി എത്ര കിട്ടും? 10 കിട്ടും. കാരണം ലോസ് അപ്പോൾ 1 കിട്ടും. നമുക്ക് വേണ്ടത് ലോസ് ഓൺ കോസ്റ്റ് പ്രൈസ് ആണ്. ലോസ് ഓൺ കോസ്റ്റ് പ്രൈസ് എത്ര വരും? ലോസ് ഓൺ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 100/11, അതായത് 9/111. 9/1. അടുത്ത 37th question ആണ്. When an article is sold for ₹116, the profit is thrice when it is sold for ₹92. അതായത് 116 വിൽക്കുമ്പോൾ ഉള്ള പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ത്രൈസ് ആയിരിക്കും. എത്ര? 92 വിൽക്കുന്നതിനെ കാട്ടി. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ത്രൈസ് ആണ്. അതായത് SP1 എന്ന് പറഞ്ഞാൽ 92, SP2 എന്ന് പറഞ്ഞാൽ 160. നമുക്ക് വേണ്ടത് സി പി ആണ്. സി പി എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കില്ലേ? അതായത് 116 മൈനസ് സി പി എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആണ്. ഈ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 3 times 92 മൈനസ് സി പി അങ്ങനല്ലേ പറഞ്ഞേക്കുന്നത്? യെസ്, പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണ് is thrice as much as. അപ്പോൾ എന്താ വേണ്ടത്? ആൻസർ എന്താ വരും? 116 മൈനസ് സി പി ഈക്വൽ ടു 3 into 2 എത്ര? 276 മൈനസ് 3C. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 2CP ഈക്വൽ ടു 276 മൈനസ് 11 160 കിട്ടും. സി പി എന്ന് പറഞ്ഞാൽ അപ്പോൾ എത്ര വരും? 80 വരും. സി പി എന്ന് പറഞ്ഞാൽ ആൻസർ 80 വരും. അതായത് 3 times പ്രോഫിറ്റ് എന്ന് പറഞ്ഞത് 116 വിൽക്കുമ്പോൾ ഉള്ള പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 3 times ഓഫ് 92 വിൽക്കുന്ന പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എസ് പി മൈനസ് സി പി. എസ് പി ഒരു കേസിൽ 116 മറ്റേ കേസിൽ 92. അത് സോൾവ് ചെയ്യുമ്പോൾ, ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ സി പിയുടെ വാല്യൂ എത്ര വരും? സി പിയുടെ വാല്യൂ 160/2, അതായത് 80. ആൻസർ 80 ആണ് ആൻസർ. റെനോൾഡ്സ് ബോട്ട് പെൻസ് അറ്റ് ദ റേറ്റ് ഓഫ് 84 rupees. 8 എണ്ണം 100 രൂപയ്ക്ക് വാങ്ങിച്ചു. ടു മേക്ക് എ പ്രോഫിറ്റ് ഹൗ മച്ച് ദീസ് മസ്റ്റ് ബി സോൾഡ് അറ്റ്? ടു മേക്ക് എ പ്രോഫിറ്റ് ഓഫ് 60%, ദീസ് മസ്റ്റ് ബി സോൾഡ് അറ്റ്. അതായത് റെനോൾഡ് 8 പേന വാങ്ങിച്ചത് അയാൾ 100 രൂപയ്ക്കാണ്. എന്നാൽ ഒരു പേനയുടെ വില എത്ര? 100/8. സി പി എന്ന് പറഞ്ഞാൽ ഒരു പേനയുടെ വില എന്ന് പറഞ്ഞാൽ 100/8. 1 പെന്നാണ് സി പി ഓഫ് 1 പെൻ. 100/8. ഇനി എന്താ വേണ്ടത്? എസ് പി എന്ന് പറഞ്ഞാൽ 160% ആക്കണം. ഇൻറ്റു 160% കൂട്ടണം. അപ്പം 160 അതായത് 100/5. എസ് പി എന്ന് പറഞ്ഞാൽ 100/5 20 ആണ്. അല്ലെങ്കിൽ എന്താണ് ഓപ്ഷൻ? എങ്ങനെയാണ് തന്നേക്കണേ? 5 എണ്ണം 100 രൂപയ്ക്ക് വിൽക്കുന്നത്. ഇതിനർത്ഥം എന്താണ്? 5 എണ്ണം 5 പെൻ സോൾഡ് അറ്റ് ₹100. എന്നാലേ 5 പെന്ന് സോൾഡ് ചെയ്യണം, 100 രൂപയ്ക്ക് വിൽക്കണം. അപ്പോൾ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? എ ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ എന്ന് പറയുന്നത്. കാരണം ഇത് 100/5. 100/8 എന്ന് പറഞ്ഞാൽ 8 പെൻ 100 രൂപയ്ക്ക് വാങ്ങിക്കുന്നു. 100/5 എന്ന് പറഞ്ഞാൽ 5 പെൻ സോൾഡ് അറ്റ് ₹100. ശ്രദ്ധിക്കണേ, പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എസ് പി എന്ന് പറഞ്ഞാൽ 60% കൂട്ടുക. 60% കൂട്ടുക എന്ന് പറഞ്ഞാൽ ഇൻറ്റു സി പി ഇൻറ്റു 160/100. അത് 8/5 വരും. 8 കട്ടായപ്പോൾ 100/5 വരും. അപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമുക്ക്. 8th question സിമ്പിളാണ്. ശ്രദ്ധിക്കണേ, 9th question. The milkman cheats his customer in 2 ways. He mixes 10% of water in pure milk and increases the price of the milk by 10%. He purchased 20 kg pure milk at the rate of 15 per kg. What is the profit? ആ മിൽക്ക് മാൻ എന്ന കസ്റ്റമറെ 2 രീതിയിൽ ചീറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. അയാൾ പ്യുവർ മിൽക്കിൽ 10% വെള്ളം ഒഴിക്കുകയും പിന്നെ എന്താ ചെയ്യുന്നത്? പ്രൈസ് ഓഫ് മിൽക്ക് 10% കൂട്ടുകയും ചെയ്യും. അപ്പോൾ ശ്രദ്ധിക്കണേ, അയാൾ എത്രയാണ് പർച്ചേസ് ചെയ്തത്? 20 kg ഓഫ് പ്യുവർ മിൽക്ക് അറ്റ് ദ റേറ്റ് ഓഫ് 15 per kg. സി പി എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്ത് വരും? 20 × 15, അതായത് 15 കിലോ മിൽക്കിൻ്റെ വില എത്രയാണെന്ന് കണ്ടുപിടിക്കുക. 15 × 60 ₹300. ₹300 ആണ് സി പി. ഇനി എന്താ പറയുന്നത്? അയാൾ
10% വില കൂട്ടുക. 1 കിലോയുടെ വില 10% കൂട്ടുകയും പിന്നെ എന്ത് ചെയ്യും, 10% കൂടുതൽ വെള്ളം ആഡ് ചെയ്യുകയും ചെയ്യും. നിലവിൽ എത്ര മിൽക്കുണ്ട്? പ്യുവർ മിൽക്ക് എന്ന് പറഞ്ഞാൽ 20 kg. ഇതിന്റെ 10% വാട്ടർ ആഡ് ചെയ്യുക. വാട്ടർ എന്ന് പറഞ്ഞാൽ 10%, അതായത് 20യുടെ 10% വാട്ടർ, ഇതിന്റെ 10% ആണ് ആഡ് ചെയ്യുന്നത്. ഇതിന്റെ 10% എന്ന് പറഞ്ഞാൽ ഇൻറ്റു 1/10, 2 kg വെള്ളം ആഡ് ചെയ്യും. എന്ത് ചെയ്യും പിന്നെ അയാൾ പ്രൈസ് എന്ന് പറഞ്ഞാൽ 10% കൂട്ടും. 1 കിലോയുടെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 15 രൂപ. ന്യൂ പ്രൈസ് എത്രയായിരിക്കും? ന്യൂ പ്രൈസ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 10% കൂട്ടുന്നു, 16.5 ആണ് റുപ്പീസ്. 16.5 ആണ് ന്യൂ പ്രൈസ്. 1 കിലോയുടെ വില എന്ന് പറഞ്ഞാൽ 10% കൂട്ടുന്നത് കാരണം 16.5 വരും. എന്നാൽ മൊത്തത്തിൽ എത്രയാണ് വിൽക്കുന്നത്? SP എന്ന് പറഞ്ഞാൽ എത്രയാണ്? ടോട്ടൽ സെൽ, അതായത് മിൽക്ക് 20 പിന്നെ 2 കിലോ വെള്ളം കൂടെ ആയിട്ട് മൊത്തം എത്ര വരും? 22 കിലോ വരും. 20 + 2 22. അതായത് വിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ 10% കൂടെ വെള്ളം ആഡ് ചെയ്തിട്ടാണ് വിൽക്കുന്നത്. SP എന്ന് പറഞ്ഞാൽ 22 × 16.5, 32, 363 വരും. റുപ്പീസ് 363 വരും. അപ്പോൾ SP എന്ന് പറഞ്ഞാൽ റുപ്പീസ് 363 ആണ് വരുന്നത്. SP എന്ന് പറഞ്ഞാൽ റുപ്പീസ് 363 വരും. അപ്പോൾ എന്താ വേണ്ടത്? നമുക്ക് വേണ്ടത് എന്താണ്? പ്രോഫിറ്റ് ആണ് വേണ്ടത്. CP എന്ന് പറഞ്ഞാൽ 300 ആണ്, SP എന്ന് പറഞ്ഞാൽ 363 ആണ്. പ്രോഫിറ്റ് എന്ത് വരും? പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ SP - CP, 363 - 300, 63 റുപ്പീസ് 63 രൂപയാണ്. അതായത് മിൽക്ക് മാൻ ആണെങ്കിൽ 2 തവണ ചീറ്റ് ചെയ്യും. ഒന്ന് 10% വെള്ളം ആഡ് ചെയ്ത് ചീറ്റ് ചെയ്യുന്നു, പിന്നെ എന്ത് ചെയ്യും? 10% പ്രൈസ് കൂട്ടുന്നു. 10% വെള്ളം ആഡ് ചെയ്യുമ്പോൾ മൊത്തം കിലോ എത്ര വേണം? 20 കിലോ ഉണ്ടായിരുന്നു, 22 കിലോ ആയി. 22 കിലോയുടെ വില എന്ന് പറഞ്ഞാൽ 1 കിലോയുടെ വില എന്ന് പറഞ്ഞാൽ ആദ്യം 15 ആയിരുന്നു. അതിന്റെ 10% കൂട്ടുമ്പോൾ എന്ത് പറ്റും? 16.5. അപ്പൊ ന്യൂ SP എന്ന് പറഞ്ഞാൽ 22 × 16.5. അതിന്റെ വില എന്ന് പറഞ്ഞാൽ 363. അതായത് നേരത്തെ ഉണ്ടായിരുന്ന CP എന്ന് പറഞ്ഞാൽ 300 ആണ്, SP എന്ന് പറഞ്ഞാൽ 361. രണ്ടും മൈനസ് ചെയ്യുമ്പോൾ 63 വരും. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 63 ആണ് ആൻസർ. 40th ക്വസ്റ്റ്യൻ ആണ് അടുത്ത് ചെയ്യാൻ പോകുന്നത്. 40th. ഷോപ്കീപ്പർ advertises selling cloth at 4% ലോസ്. അയാൾ 4% ലോസിൽ വിൽക്കും എന്ന് പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ അയാൾ ചെയ്ത് എന്താണ്? ഒരു ഫോൾസ് മീറ്റർ സ്കെയിൽ ഉപയോഗിച്ചിട്ട് അയാൾക്ക് 20% എഫക്റ്റീവ് ഗെയിൻ ഉണ്ടായി. ഗെയിൻ ഉണ്ടായത് അയാൾക്ക് 20%. വാട്ട് ഈസ് ദി ആക്ച്വൽ ലെങ്ത് ഓഫ് ദി സ്കെയിൽ? ആക്ച്വൽ ലെങ്ത് ഓഫ് ദി സ്കെയിലാണ് ഫോൾസ് മീറ്റർ സ്കെയിലാണ്. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര സെന്റിമീറ്റർ ആണ്? 100 സെന്റിമീറ്റർ ആണ്. 40th ക്വസ്റ്റ്യൻ ആണ്. അയാൾ പറഞ്ഞ എന്താണ്? അയാൾക്ക് 4% ലോസ് ഉണ്ടാവും എന്നാണ് അയാൾ പറഞ്ഞത്. അപ്പൊ CP ഉണ്ട്, SP ഉണ്ട്. CP എന്ന് പറഞ്ഞാൽ 100% ആണെങ്കിൽ അയാൾ പറഞ്ഞ അയാൾക്ക് 4% ലോസ് ഉണ്ടാവും, അല്ലേ? 4% ലോസ് ഉണ്ടാവുന്നു. ഇതിനെ വേറെ രീതിയിൽ എങ്ങനെ എഴുതാം? അങ്ങോട്ടും ഇങ്ങോട്ടും 4 വെച്ച് കട്ട് ചെയ്താൽ 25:24. അതായത് ഒരാളുടെ CP എന്ന് പറഞ്ഞത് ഒരാളുടെ CP 25 ആയ മറ്റേയാളുടെ SP എന്ന് പറഞ്ഞാൽ 24 ആവും. അതാണ് 4% ലോസ് എന്ന് പറയുന്നത്. കട്ട് ചെയ്ത് 25:24 എന്ന് എഴുതി. ഇനി എന്താ പറയുന്നത്? ഈ ആക്ച്വലി ഗെയിൻസ് 20%. പക്ഷെ യഥാർത്ഥത്തിൽ അയാൾ എന്താണ് ഉപയോഗിക്കുന്നത്? അയാൾ ഒരു ഫോൾസ് മീറ്റർ സ്കെയിൽ ഉപയോഗിച്ചു. അതായത് അയാൾ 1 മീറ്റർ നീളമുള്ള ഒരു ഇതിന് പകരം, ഒരു ലെങ്തിന് പകരം അയാൾ ഒരു ഫോൾസ് മീറ്റർ സ്കെയിൽ ഉപയോഗിച്ചു. ആ ഫോൾസ് മീറ്റർ സ്കെയിലിന്റെ ലെങ്ത് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അയാൾ യഥാർത്ഥത്തിൽ എത്രയോ ശതമാനം കുറച്ചാണ് വിൽക്കേണ്ടത്. എന്നാൽ SP അയാൾ യഥാർത്ഥത്തിൽ വിൽക്കേണ്ടത് എത്രയാണ്? 100 സെന്റിമീറ്ററിൽ വിൽക്കേണ്ടത്. ഇവിടെയാണ് ഫോൾസ് മീറ്ററിന്റെ പറയുന്നത്. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ പറഞ്ഞേക്കുന്നത്? ഇഫക്റ്റീവ് ഗെയിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് 20% കിട്ടണം. 20%, അതായത് 100 എന്ന് പറഞ്ഞത് 120 ആവണം. അതായത് ഇത് കട്ട് ചെയ്യുമ്പോൾ 5:6 വരണം. എഫക്റ്റീവ് ഗെയിൻ എന്ന് പറയുന്നത് 5:6, അതായത് ഇവിടെ 6 ആവുകയും ഇവിടെ 5 ആവുകയും ചെയ്യണം. അതാണ് നമുക്ക് വേണ്ടത്. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. എന്നാൽ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ എന്താണ്? SP എന്ന് പറഞ്ഞാൽ ഇത് ട്രൂ സ്കെയിലാണ്, 100 സെന്റിമീറ്റർ. ഫോൾസിനെ X എന്ന് പറഞ്ഞാൽ ഫോൾസ് സ്കെയിൽ എന്നാണ് ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒന്ന് 5 യൂണിറ്റ് വരും, രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒന്ന് 6 യൂണിറ്റ് വരണം. എന്നാലേ എഫക്റ്റീവ് 20% ഗെയിൻ ആവും. ഈ 5ന്റെ 20% കൂടുതലാണ് 6 എന്ന് പറയുന്നത്. അപ്പൊ എന്ത് വരും? 6 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 2400. നമുക്ക് കാണേണ്ട എത്രയാണ്? 5 യൂണിറ്റ് ആണ്. 5 യൂണിറ്റ് എന്തായിരിക്കും? 2400
ഇൻറ്റു 5/6 ഏകദേശം 2000 ആയിരിക്കും. 25 ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ 25 ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ 2000 ആവും. എന്നാൽ എക്സ് എന്ന് പറഞ്ഞാൽ എത്ര? 2000/25. ആൻസർ 80 സെന്റിമീറ്റർ. 80 സെന്റിമീറ്റർ ആണ് ആൻസർ. ശ്രദ്ധിക്കണേ, ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ആദ്യം അവർ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അയാൾ 4% ലോസിൽ വിൽക്കും. അതായത് CP 25 SP 24 ആവും. CP 25 SP 24 ആവും. ഇനി അയാൾ എന്താണ് പറഞ്ഞേക്കണേ? അയാൾ ട്രൂ സ്കെയിലായിട്ട് 1 മീറ്റർ സ്കെയിലാണ്. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്റർ. അപ്പൊ SP എന്ന് പറഞ്ഞാൽ ഇവിടെ 100 സെന്റിമീറ്റർ, ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ ഫോൾ സ്കെയിൽ വരുന്നത്. ഇത് രണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അയാൾക്ക് എന്ത് വരും? അയാൾക്ക് ഓവറോൾ ഗെയിൻ എന്ന് പറഞ്ഞത് 20% ആവണമെന്ന് പറഞ്ഞു. ഇപ്പോൾ 5 CP ഇവിടെ 5 യൂണിറ്റ് ആയി, ഇവിടെ 6 ആവും അല്ലേ? 100:120 എന്ന് പറഞ്ഞാൽ 5:6. അപ്പൊ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അയാൾക്ക് 2400 കിട്ടും. അതായത് 6 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അയാൾക്ക് 2400, 5 യൂണിറ്റ് എത്രയെന്ന് കാണാം? 2000. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2000 കിട്ടണം. രണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ്, അപ്പൊ 25 ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ 2000 കിട്ടുന്ന എക്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 2000/25, അതായത് 80 സെന്റിമീറ്റർ ആണ്. ഇതാണ് എഫക്റ്റീവ് ഗെയിനിന്റെ ഫോൾ സ്കെയിലിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 80 സെന്റിമീറ്റർ ആണ്. ഫോൾ സ്കെയിലിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 80 സെന്റിമീറ്റർ ആണ്. ആൻസർ എന്ന് പറഞ്ഞാൽ C ആയിരിക്കും.